ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു കോൺക്ലേവിനായി കർദിനാൾമാരുടെ കോളേജ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒത്തുകൂടുന്ന സാഹചര്യത്തിൽ കോൺക്ലേവ് സംബന്ധിച്ച വാർത്തകളും കർദിനാൾമാരുടെ കോൺക്ലേവിലെ ഉത്തരവാദിത്തങ്ങളും ആഗോള സഭയിൽ ശ്രദ്ധ നേടുകയാണ്. പാരമ്പര്യപ്രകാരം പേപ്പൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കർദിനാൾ സംഘത്തിലെ ജൂനിയറായ കർദിനാൾ ജോർജ് കൂവക്കാടിനും സുപ്രധാന ഉത്തരവാദിത്തങ്ങളാണുള്ളത്. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം കർദിനാൾ ജോർജ് കൂവക്കാടിന്റെ മറ്റു ഉത്തരവാദിത്തങ്ങൾ ഇവയാണ്. കർദിനാൾ സംഘത്തിലെ 9 ഇലക്ടർമാർക്ക് നിർദ്ദിഷ്ട നിയോഗങ്ങൾ ഏൽപ്പിക്കുന്നതിനായി നറുക്കെടുക്കുക കർദിനാൾ കൂവക്കാടായിരിക്കും. വോട്ടുകൾ എണ്ണുന്ന 3 കർദിനാൾമാർ, രോഗാവസ്ഥകൾ കാരണം സിസ്റ്റൈൻ ചാപ്പലിൽ സന്നിഹിതരാകാൻ കഴിയാത്ത ഇലക്ടർമാരിൽ നിന്ന് ബാലറ്റുകൾ ശേഖരിക്കുന്ന 3 കർദിനാൾമാർ, വോട്ടെണ്ണലിന്റെ കൃത്യത പരിശോധിക്കുന്ന 3 കർദിനാൾമാർ എന്നിവരെയാണ് കർദിനാൾ കൂവക്കാട് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുക. സിസ്റ്റൈൻ ചാപ്പലിനുള്ളിൽ നടക്കുന്ന ഈ നടപടിയോടെയാണ് കോൺക്ലേവിന്റെ വോട്ടെടുപ്പ് പ്രക്രിയയ്ക്ക് ഔപചാരികമായ തുടക്കം കുറിക്കുന്നത്. ഇതുകൂടാതെ സിസ്റ്റൈൻ ചാപ്പലിന്റെ വാതിലുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതും കർദിനാൾ കൂവക്കാടിന്റെ മേൽനോട്ടത്തിലായിരിക്കും. വോട്ട് പരിശോധനയ്ക്ക് തൊട്ടുപിന്നാലെ നിശ്ചയിക്കപ്പെട്ട സ്ഥാനങ്ങളിലുള്ള കർദിനാൾമാരുടെ സാന്നിധ്യത്തിൽ ബാലറ്റുകൾ കത്തിക്കുന്നതിന്റെ മേൽനോട്ടവും മാർ ജോർജ് കൂവക്കാട് നിർവഹിക്കും. പുതിയ പാപ്പയുടെ തിരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നതിനായി കർദിനാൾ കോളേജിന്റെ സെക്രട്ടറിയെയും പേപ്പൽ ലിറ്റർജിക്കൽ സെലിബ്രേഷൻസിന്റെ മാസ്റ്ററെയും തിരഞ്ഞെടുത്ത് ഹാളിലേക്ക് വിളിപ്പിക്കേണ്ടതും കർദിനാൾ കൂവക്കാടിന്റെ കടമയായിരിക്കും. 2024 ഡിസംബർ 7 ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൾ കോളേജിലേക്ക് ഉയർത്തിയ കർദിനാൾ കൂവക്കാട് വൈദികനായിരിക്കെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. അദ്ദേഹം നിലവിൽ വത്തിക്കാന്റെ മതാന്തര സംവാദത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്റ്റായി സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ 2021 മുതൽ പാപ്പയുടെ വിദേശയാത്രകൾ ഏകോപിപ്പിക്കുന്നതുൾപ്പെടെ വത്തിക്കാന്റെ നയതന്ത്ര കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മുൻകാല കോൺക്ലേവിന്റെ മാനദണ്ഡങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യം പിന്തുടരുന്നത് എങ്കിൽ ഇലക്ടറൽ കോളേജിലെ ജൂനിയർ എന്ന നിലയിൽ കൂവക്കാട് പിതാവിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ ദൗത്യങ്ങൾ കേരള സഭയ്ക്ക് അഭിമാനകരമാണ്.